ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലാണ്. ഒരുപാട് പേര് കാണും ഇന്ത്യ ഗേറ്റൊന്നും കാണാത്തവർ. അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴല്ല, ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. ഇന്നും എനിക്ക് വരാൻ പറ്റി. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഡെമോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ബൈക്ക് ഡെമോ. ഇപ്പോൾ വന്നതും ഞാൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. കാരണം ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഞാൻ ഇങ്ങനെ പിന്നെ എന്താ പറയുക, ഓരോ യൂട്യൂബറൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന പലയിടത്തും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്ത്യ ഗേറ്റ് എവിടെ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവ് ആര് എന്നൊക്കെ ചോദിക്കുമ്പോൾ പല പഠിക്കുന്ന കുട്ടികളായാൽ പോലും അവർക്ക് ഇതൊന്നും അറിയില്ല. ഇതൊക്കെ എന്ത് സംഭവമാണെന്നുള്ള ഒരു ഇങ്ങനെ അത്ഭുതം പോലെയൊക്കെയാണ് നോക്കുന്നത്. നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഫലപ്രദമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ്, ഇവിടെ നല്ല റഷാണ്. ശരിക്ക് പകലിനേക്കാളും ഈ ഒരു സന്ധ്യാസമയത്ത് കാണാനാണ് നല്ല ഭംഗി. ഇവിടെ ഒത്തിരി പ്രാക്ടീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഡെമോയുടെ ഭാഗമായിട്ട്. അതുപോലെ അതാ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ, ഇവിടത്തെയൊക്കെ തണുപ്പൊക്കെ അറിയാമായിരിക്കും, ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. നമ്മളെ ബ്ലഡൊക്കെ ഇങ്ങനെ വേദനിക്കും നല്ല തണുപ്പ് സമയത്തൊക്കെ. അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡെമോയുടെ. ഒത്തിരി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെയാണ് വരുന്നത്. ഇവിടെ പ്രാക്ടീസ് ചെയ്തതും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതും ഒക്കെ. ഇനിയും കുറച്ച് ദിവസങ്ങൾ ഈ ഡൽഹിയിൽ കാണും. ഓരോരോ സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം വീഡിയോ കണ്ട്. അപ്പം മക്കളെ, ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. കണ്ടിട്ട് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറയാൻ അറിയണം. ഡൽഹിയിലാണ്. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോഴുള്ള ആരാണ് ബിഗ് ബോസിൽ കപ്പ് വാങ്ങിയത്, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്താ പറയുക വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും അങ്ങനെ. ഞാൻ ഒത്തിരി അങ്ങനെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു നാണക്കേടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് പോലും. അപ്പോൾ ശരി, ബാക്കി ഇതൊക്കെ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.